ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. പരിശീലനം പൂർത്തിയാക്കി 2279 കോൺസ്റ്റബിൾമാർ പോലീസ് സേനയുടെ ഭാഗമായി. പട്ടികജാതി വർഗ പിന്നാക്ക വികസന വകുപ്പിലെ 20 പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഇടതുമുന്നണി പ്രവേശനം ഉടൻ ഉണ്ടാകുമെന്ന് ജോസ് കെ മാണി. തലസ്ഥാനത്ത് തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകൾ. കോവിഡ് കാലത്തിന്റെ അനിശ്ചിതത്വത്തിനു ശേഷം സംസ്ഥാനത്ത് വിനോദസഞ്ചാര മേഖല ഉണരുന്നു. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. ദർശനം കോവിഡ് മാനദണ്ഡം പാലിച്ചു മാത്രം. വാർത്തകൾ വിശദമായി. പരിശീലനം പൂർത്തിയാക്കിയ 2279 പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കേരള പോലീസ് അക്കാദമിയിൽ നിന്നും കേരളത്തിലെ വിവിധ പോലീസ് ബറ്റാലിയനിൽ നിന്നുമാണ് ഇവർ പരിശീലനം പൂർത്തിയാക്കിയത്. തൃശൂർ ആസ്ഥാനമായി ഏകീകൃത പോലീസ് പരിശീലന സംവിധാനം നിലവിൽ വന്നതിനു ശേഷം പുറത്തിറങ്ങുന്ന ആദ്യ ബാച്ചാണ് ഇതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 25 MBAക്കാരും ബിരുദാനന്തരധാരികളായ 182 പേരുമടക്കം 300-ലേറെ ബിരുദധാരികൾ ഉൾപ്പെടുന്ന സേനാംഗങ്ങളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. പോലീസിന്റെ ഡ്യൂട്ടി നിർവഹണത്തോടൊപ്പം സാമൂഹ്യ രംഗത്ത് എന്തൊക്കെ ചെയ്യാനുണ്ടോ അത്തരം കാര്യങ്ങൾ കൂടി നിറവേറ്റാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭിച്ചത്. മഹാമാരിയെ നേരിടാനുള്ള പ്രവർത്തനമെന്ന് പറയുന്നത് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ നിങ്ങളുടെ സർവീസ് കാലയളവ് മുഴുവൻ ജനങ്ങളോടൊപ്പം ഏത് രീതിയിൽ കഴിയണം എന്നതിന്റെ തുടക്കമായി ഈ പരിശീലന കാലത്തെ നിങ്ങൾ എടുക്കണം. കാരണം അത്ര വലിയൊരു അനുഭവം നിങ്ങൾക്ക് മുൻപ് പരിശീലനം ലഭിച്ച ഒരു കൂട്ടർക്കും കിട്ടാനിടയില്ല. കാരണം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ഈ അവസരം ലഭിച്ചത്. മലപ്പുറം MSP ബറ്റാലിയനിൽ നിന്ന് 203 പേരും 2ാം ബറ്റാലിയനിലെ 39 പേരും പരിശീലനം പൂർത്തിയാക്കിയവരിൽ പെടുന്നു. MSP ബറ്റാലിയനിൽ നിന്നും 343 പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. 12 പ്ലറ്റൂണുകളിൽ നിന്നായി സേനാംഗങ്ങൾ പരേഡിൽ അണിനിരന്നു. പട്ടികജാതി വർഗ പിന്നാക്ക വികസന വകുപ്പിൽ 20 പദ്ധതികൾ വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പകൽ 3-ന് നടക്കുന്ന ഉദ്ഘാടനത്തിൽ മന്ത്രി AK ബാലൻ അധ്യക്ഷനാകും. ഇടതുമുന്നണി പ്രവേശനം ഉടൻ ഉണ്ടാവുമെന്ന് ജോസ് കെ മാണി. തിരുവനന്തപുരത്ത് MN സ്മാരകത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതികരണം. മുന്നണി പ്രവേശനത്തിൽ തർക്കങ്ങളില്ല. ഭാവി പരിപാടികൾ മുന്നണിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. CPM CPI ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുന്നോടിയായാണ് ജോസ് കെ മാണി MN സ്മാരകത്തിലെത്തിയത്. തുടർന്ന് CPIM ആസ്ഥാനമായ AKG സെന്ററിലെത്തിയ ജോസ് കെ മാണി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുന്നുണ്ട്. ഈ മാസം 21-ന് CPI നിർവാഹക സമിതി ചേരും. NCP അടിയന്തര നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. കേരള കോൺഗ്രസ് M ജോസ് വിഭാഗം UDF വിട്ടത് നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും ഇരുവിഭാഗവും വിട്ടുവീഴ്ച നടത്തേണ്ടതായിരുന്നുവെന്നും പ്രമുഖ കോൺഗ്രസ് നേതാവും MPയുമായ K മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. കൂടുതൽ കക്ഷികൾ മുന്നണി വിട്ടുപോകുന്നത് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ജോസ് കെ മാണി മുന്നണി വിട്ടതുകൊണ്ട് UDFന് ഒന്നും സംഭവിക്കില്ലെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. KM മാണിയോട് അതിക്രൂരമായാണ് ഇടതുമുന്നണി പെരുമാറിയതെന്നും അദ്ദേഹം ആരോപിച്ചു. കോവിഡ് കാലത്തിന്റെ അനിശ്ചിതത്വത്തിനു ശേഷം കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര മേഖല ഉണരുന്നു. കർക്കശമായ മുൻകരുതലോടെ തുറന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യു. അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായ കുമരകത്ത് സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി കായൽ സവാരിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. മാസങ്ങളോളം ഓടാതെ കിടന്ന ഹൌസ് ബോട്ടുകൾ അണുവിമുക്തമാക്കി സഞ്ചാരികൾക്കായി ഒരുങ്ങി. സ്വദേശികളായ വിനോദസഞ്ചാരികൾ കായൽ യാത്ര ആസ്വദിക്കാൻ എത്തിത്തുടങ്ങുകയും ചെയ്തു. മാസങ്ങളോളം തൊഴിൽ നഷ്ടപ്പെട്ട ചെറുസംരംഭകരെ സഹായിക്കുന്ന പുതിയ ടൂറിസം പദ്ധതികൾ നടപ്പിൽ വരുത്താനുള്ള ചർച്ചകൾ നടന്നുവരുന്നതായും ഉത്തരവാദിത്ത ടൂറിസം കോർഡിനേറ്റർ VS ഭഗത് സിംഗ് പറഞ്ഞു. ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി തെരഞ്ഞെടുക്കപ്പെട്ട ഐമനം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കാഴ്ചകൾ ആസ്വദിക്കാനും സഞ്ചാരികൾ എത്തിത്തുടങ്ങി. DTPCയുടെ കീഴിലുള്ള ഇല്ലിക്കൽക്കല്ല്, അരുവിക്കുഴി എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അണുനശീകരണം നടത്തി വിനോദസഞ്ചാരികൾക്കായി തുറന്നു. മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിൽ കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയ സഞ്ചാരികൾക്ക് ചാറ്റൽ മഴയുടെയും കോടമഞ്ഞിന്റെയും ആസ്വാദ്യമായ അന്തരീക്ഷം സ്വാഗതമരുളി. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹം മാനദണ്ഡം പാലിച്ചാണ് സംസ്കരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിൽ മതപരമായ ചടങ്ങിന് എന്തെങ്കിലും പ്രയാസമുള്ളതായി അറിയില്ല. ഉണ്ടെങ്കിൽ അവ പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്.
കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. രാജ്യത്ത് കോവിഡ് മുക്തരായവരുടെ എണ്ണം 64,53,000 കടന്നു. 87.56% നിലവിലെ രോഗമുക്തി നിരക്ക്. മരണനിരക്ക് 1.52%. ഇതുവരെ 1,12,000-ലധികം പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത്. നിലവിൽ 8 ലക്ഷത്തിലധികം പേരാണ് രാജ്യത്ത് ചികിത്സയിലുള്ളത്. കോവിഡ് വ്യാപനത്തിന്റെ തുടക്കത്തിൽ തന്നെ സർക്കാരും ആരോഗ്യവകുപ്പും നൽകിയ മാർഗനിർദ്ദേശങ്ങൾ ജാഗ്രതയോടെ പിന്തുടർന്നതുകൊണ്ടാണ് കേരളത്തിന് ഇത്രയെങ്കിലും ചെറുത്തുനിൽക്കാനായതെന്ന് കൊല്ലം എംഎൽഎയും ചലച്ചിത്ര താരവുമായ മുകേഷ്. ഇനിയും ആ ജാഗ്രത തുടരണമെന്നും ശ്രീ മുകേഷ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കോവിഡ് പുറപ്പെട്ടപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യ പ്രവർത്തകരും എന്തൊക്കെ ആണ് സാധാരണ ഒരു പൗരൻ ചെയ്യേണ്ടതെന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയുണ്ടായി. ഭൂരിപക്ഷം ആളുകളും അത് ഏറ്റെടുത്ത്, എന്നാൽ അതിനുശേഷം കുറച്ചൊക്കെ ലാഘവത്തോടുകൂടി സാക്ഷര കേരളം അത് എടുത്തു എന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. അത് സത്യമാണ്. ഇന്ന് വീണ്ടും ആ ജാഗ്രത നമ്മൾ കൈവരിക്കണം എന്നുള്ള വലിയ സത്യത്തിലേക്ക് നമ്മൾ ആ സത്യം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നു. എന്നാലും ആശങ്ക എന്ന് പറയുന്നത് ഇപ്പോഴും പത്രങ്ങളിൽ ക്വാറന്റൈൻ ലംഘിച്ചവർക്കെതിരെ കേസ്, മാസ്ക് വെക്കാത്തവർക്കെതിരെ കേസ്, അത് ചെറിയ എണ്ണമൊന്നുമല്ല, വലിയ എണ്ണം തന്നെയാണ് വരുന്നത്. അതിൽ തീർച്ചയായും ആശങ്കയുണ്ട്. എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് ഈ കോവിഡിനെ തുരത്തണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വിദേശത്തു നിന്നും മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ നോർക്ക തുടങ്ങുന്ന വെബ് പോർട്ടലിൽ രജിസ്ട്രേഷൻ തുടങ്ങി. ഡ്രീം കേരള പദ്ധതിയുടെ ഭാഗമായുള്ള പദ്ധതിയിൽ തൊഴിൽദാതാക്കൾക്കും രജിസ്റ്റർ ചെയ്യാം. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. ദർശനം കോവിഡ് മാനദണ്ഡം പാലിച്ചു മാത്രം. കൂടുതൽ വിവരങ്ങളുമായി ബിജി വർഗീസ്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന 250 പേർക്ക് മാത്രമായിരിക്കും തുലാമാസ പൂജയ്ക്ക് ദർശനം അനുവദിക്കുക. കോവിഡ് ഇല്ലെന്ന് 48 മണിക്കൂർ മുമ്പ് നടത്തിയ പരിശോധനാ സർട്ടിഫിക്കറ്റ് ദർശനത്തിനായി എത്തുന്ന തീർത്ഥാടകർക്ക് നിർബന്ധമാണ്. പമ്പ ത്രിവേണിയിൽ തീർത്ഥാടകർക്ക് സ്നാനത്തിന് അനുമതി ഉണ്ടാകില്ല. പകരം 20 ഷവറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സാനിറ്റൈസർ, സോപ്പ്, വെള്ളം എന്നിവ വിവിധ ഇടങ്ങളിൽ സജ്ജീകരിച്ചു. സ്വാമി അയ്യപ്പൻ പാതയിലൂടെ മാത്രമേ തീർത്ഥാടകരുടെ മലകയറ്റവും ഇറക്കവും അനുവദിക്കുകയുള്ളൂ. നടപ്പന്തൽ മുതൽ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് ദർശനത്തിനുള്ള പ്രത്യേക സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകർ കൊണ്ടുവരുന്ന നെയ്യ് പ്രത്യേക കൌണ്ടറിൽ ശേഖരിച്ച ശേഷം മറ്റൊരു കൌണ്ടറിലൂടെ ആടിയ ശിഷ്ടം നെയ്യ് നൽകും. അപ്പം അരവണ കൌണ്ടറുകൾ പ്രവർത്തിക്കും. അന്നദാനം ചെറിയ തോതിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. കുടിവെള്ളം ലഭ്യമാക്കും. എന്നാൽ താമസ സൌകര്യം ഉണ്ടായിരിക്കില്ല. നാളെ രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം ശബരിമല മാളികപ്പുറം പുതിയ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ബൂത്ത് പുനഃക്രമീകരണം അടുത്തയാഴ്ച പൂർത്തിയാകും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്തിലെ ബൂത്തുകളിൽ പരമാവധി 1200 വോട്ടർമാരെയും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റിയിലും 1500 പേരെയും മാത്രമേ അനുവദിക്കൂ. ഇതിൽ കൂടുതൽ വോട്ടർമാരുള്ള ബൂത്തുകൾ വിഭജിക്കും. നിലവിലുള്ള വോട്ടിംഗ് കേന്ദ്രത്തിൽ തന്നെ മറ്റൊരു ഹാളിലാകും അധിക ബൂത്ത്. നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ വോട്ടർമാരുള്ള ബൂത്തുകളുടെ റിപ്പോർട്ട് 2 ദിവസത്തിനകം സമർപ്പിക്കാൻ കളക്ടർമാരോട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇത് ലഭിച്ച ശേഷമാകും ആവശ്യമായ ബൂത്തുകൾ പുനഃക്രമീകരിക്കുക. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് എഴുന്നള്ളിച്ച നവരാത്രി വിഗ്രഹങ്ങൾ ഇന്ന് വൈകിട്ട് തലസ്ഥാനത്തെത്തും. കോട്ടയ്ക്കകം നവരാത്രി മണ്ഡപത്തിൽ നാളെ രാവിലെ നവരാത്രി പൂജ ആരംഭിക്കും. ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 230 പോയിന്റ് നേട്ടത്തിൽ 39,962-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 68 പോയിന്റ് നേട്ടത്തിൽ 11,748-ലും വ്യാപാരം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പരിശീലനം പൂർത്തിയാക്കി 2279 കോൺസ്റ്റബിൾമാർ പോലീസ് സേനയുടെ ഭാഗമായി. പട്ടികജാതി വർഗ പിന്നാക്ക വികസന വകുപ്പിലെ 20 പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഇടതുമുന്നണി പ്രവേശനം ഉടൻ ഉണ്ടാകുമെന്ന് ജോസ് കെ മാണി. തലസ്ഥാനത്ത് തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകൾ. കോവിഡ് കാലത്തിന്റെ അനിശ്ചിതത്വത്തിന് ശേഷം സംസ്ഥാനത്ത് വിനോദസഞ്ചാര മേഖല ഉണരുന്നു. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. ദർശനം കോവിഡ് മാനദണ്ഡം പാലിച്ചു മാത്രം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.